നമ്മുടെ എല്ലാം ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മൾ കേൾക്കാൻ തുടങ്ങിയ ഒരു വാർത്തയാണ്. ഇസ്രയേൽ എന്ന് പറയുന്ന നരാധമന്മാർ പലസ്തീൻ ജനതയോട് കാണിക്കുന്ന ക്രൂരത. അത്യാധുനിക ആഡംബരമായിട്ടുള്ള ആയുധങ്ങളുമായിട്ട് പലസ്തീൻ ജനതയെ നേരിടുമ്പോൾ അവരുടെ കയ്യിൽ വെറും കരിങ്കല്ലുമായി നേരിടുന്ന അത്രത്തോളം ഈമാൻ ഉറച്ചിട്ടുള്ള ഒരു ജനസമൂഹത്തെ ഈ കാലം അത്രയും അവർ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടും ഒരു അടി പോലും പതറാതെ, ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാതെ അവരവരുടെ ആ വിശ്വാസത്തിന്റെ ഭാഗം മുറുക്കി പിടിച്ചുകൊണ്ട് അവരിന്നും ഇവർക്ക് നേരെ പോരാടിക്കൊണ്ടിരിക്കുക. 2023 നടന്നിട്ടുള്ള ഒരു അറ്റാക്ക്, അതായത് പലസ്തീൻ പോരാളികൾ ഇസ്രയേലിലേക്ക് നടത്തിയിട്ടുള്ള ഒരു അറ്റാക്കിൽ അവിടെ കുറെ ആൾക്കാരെ ബന്ദിയാക്കി, കുറെ ആളുകൾ മരണപ്പെട്ടു എന്ന് പറയുന്നു. BBC പോലുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്തായിരുന്നു. കുഞ്ഞുങ്ങളുടെ കഴുത്തറുത്തു, അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകളെ കൂട്ടമായി മാനഭംഗപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞു. ഈ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഒരു ഈച്ച പറന്നു പോയാലും അതെല്ലാം റെക്കോർഡ് ചെയ്യുന്ന വലിയ സംവിധാനങ്ങളുള്ള രാജ്യമാണ്. ഇതുവരെ ഇതിന്റെ CCTV ഫുട്ടേജ് ഇതിന്റെ നെതന്യാഹു പുറത്തുവിട്ടിട്ടില്ല. പ്രൊപ്പഗണ്ടയായിട്ടുള്ള വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് നിരന്തരം ഈ ജനതയെ അല്ലെങ്കിൽ അവിടെ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി ഇവർ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ. അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഇതായിരുന്നു ഇസ്രയേലും ഇറാനും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധം, അല്ലെ? ആ ഒരു യുദ്ധത്തിൽ ഇസ്രയേലിന് ഏറ്റ നല്ല പ്രഹരം തന്നെയായിരുന്നു. കാരണം ലോക പോലീസ് ചമഞ്ഞ് നടന്ന് ഞങ്ങളുടെ നേരെ ഒരുത്തനും ഇല്ല എന്ന് വെല്ലുവിളിച്ച് നടന്നതിന്റെ നട്ടലിൽ നോക്കിയാണ് ഇറാൻ അടി കൊടുത്തത്. ആ ഒരു അടി ഒരാഴ്ച കൂടെ നീണ്ടു നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവരുടെ നെടുന്തൂണ് തന്നെ ഒടിഞ്ഞു പോയായിരുന്നു. പക്ഷെ അതിനു മുമ്പ് ട്രംപും അതുപോലുള്ള മറ്റു രാജ്യങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ട് അത് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോയി. സമാധാനപരമായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഖത്തറിന് നേരെ ഈ നാറ് കയറിയിട്ട് ഇപ്പൊ ചൊറിഞ്ഞിരിക്കുന്നത്. ശരിക്കും അത് ഇവന്റെ ഒരു അഹങ്കാരം, ഇവന്റെ ഒരു തിണ്ണമെടുക്ക് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ചുറ്റും കിടക്കുന്ന അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ഒന്ന് ചേർന്ന് നിന്നിട്ട് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ ചില മാധ്യമ പ്രവർത്തകർക്ക് കിടന്നിട്ട് കിടപ്പ് വരുന്നില്ല. കാരണം ഇവർക്ക് എന്തോ അങ്ങ് ഇസ്രയേൽ എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര അങ്ങോട്ട് ഒലിക്കുക. നമ്മുടെ മലനാടിന്റെ വക്താവ് ഈ കഴിഞ്ഞ ദിവസം ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് അവിടെ പോയിട്ട് അവിടെയുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് തിന്ന് കൊഴുത്ത് മറിയുന്നത് കണ്ടു. മനസ്സാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം, ലക്ഷ്യമില്ലാത്ത മാധ്യമ പ്രവർത്തനം എന്താണ് എന്ന് പോലും ഈ ഊളയ്ക്ക് അറിയത്തില്ല എന്നുള്ളതാണ്. കാരണം മനസാക്ഷിയുള്ള ഒരുത്തനും ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ സപ്പോർട്ട് ചെയ്യത്തില്ല. ഒരു പ്രാവശ്യം ഹമാസ് കയറി അവിടെ കയറി അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം, എത്ര വട്ടം, എത്ര ലക്ഷക്കണക്കിന് ജനങ്ങളെ, കുഞ്ഞുങ്ങളെ, അവരുടെ വീടുകൾ എല്ലാം നശിപ്പിച്ച് തരിപ്പണമാക്കിയിട്ടുള്ള ഈ ഡ്രാക്കുള ജന്മങ്ങളെയാണല്ലോ നിന്നെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ പിന്നെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് നോക്കുമ്പം എനിക്ക് അപമാനമാണ് നിന്നെ കുറിച്ചിട്ട് ഓർക്കുന്നത്. പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ഖത്തറിന്റെ പരമാധികാരത്തിന് മേലുള്ള ആക്രമണം അംഗീകരിക്കാനാകില്ല. ഖത്തർ അമീറുമായി സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതായത് ഈ ഒരു യുദ്ധം നടന്നിട്ടുള്ളൂ, നരേന്ദ്രമോദി ആയിക്കോട്ടെ, BJPയുടെ മെയിൻ നേതാക്കന്മാരൊക്കെ ആയിക്കോട്ടെ, ഒരിക്കലും ഇസ്രയേലിനെ അനുകൂലിച്ചിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. ഈ ഹമാസ് തീവ്രവാദ സംഘടനയെന്ന് ആഴേക്ക് 40 വട്ടം ഇവിടുത്തെ സംഘ്യവാണങ്ങൾ കിടന്നുകൊണ്ട് കുറയ്ക്കും. ഇന്നേ വരെ നമ്മുടെ ഇന്ത്യൻ സർക്കാർ ഹമാസ് എന്ന് പറഞ്ഞ സംഘടനയെ തീവ്രവാദ ലിസ്റ്റിൽ പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ വേൾഡിൽ ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ തീവ്രവാദ ലിസ്റ്റിൽ പെടുത്തിയിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന പോരാളികളാണ് ഹമാസ് കുട്ടികൾ. എന്തായാലും നമുക്ക് ഈ വൃത്തികെട്ടവൻ അവിടെ പോയിരുന്നുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങളത് കേൾക്കാതെ പോയത് ആ വീഡിയോ ഒന്ന് കാണുക, കണ്ടിട്ട് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായം അറിയിക്കുക. ഇവനൊക്കെയാണോ മാധ്യമ പ്രവർത്തകൻ? 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദുരന്തത്തിന്റെ ഓർമ്മ ദിനമാണ്. കൃത്യം 2 വർഷം തികയുകയാണ് ഒരു മാസം കൂടി പിന്നിടുമ്പോൾ. 2ാം ലോകമഹായുദ്ധകാലത്ത് ജൂത ജനത അനുഭവിച്ചിരുന്ന യാതനകളും കഷ്ടപ്പാടുകളും ഇന്നും നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന ആ സ്പിരിറ്റിൽ മുമ്പോട്ട് പോകുന്ന ജനതയാണ് ഇസ്രായേലിലെ ജൂതന്മാർ. അതിന് തുല്യമായ ആധുനിക കാലത്തെ തിരിച്ചടിയായി അവർ ഒക്ടോബർ 7-നെ കാണുന്നു. ഇത് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ്. ഹിറ്റ്ലറുടെ കാലത്തെ ഹോളോകോസ്റ്റ് പോലെയല്ല, മനുഷ്യത്വരഹിതമായ ഭയാനകമായ ദുരന്തം പോലെയല്ല ഈ അത്യാധുനിക കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള വിട്ടുവീഴ്ച ഇക്കാര്യത്തിൽ വേണ്ട എന്ന കടുത്ത നിലപാടിലാണ് ഇസ്രായേൽ. ഒക്ടോബർ 7-ലെ മഹാദുരന്തത്തിന് ശേഷം ഏറ്റവും കുറഞ്ഞത് 100 വീഡിയോ എങ്കിലും ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. എന്നാൽ ആദ്യമായി ഇസ്രായേൽ മണ്ണിൽ വെച്ച് ഈ വീഡിയോ ചെയ്യുമ്പോൾ അതിന് മറ്റു ചില തലങ്ങൾ കൂടിയുണ്ട്. നമ്മൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് കാണുന്നത് പോലെയല്ല ഇസ്രായേലിൽ ഇരുന്നു കൊണ്ട് കാണുന്നത്. ഞാൻ കഴിഞ്ഞ 2 ദിവസമായി താമസിക്കുന്നത് ജെറുസലേമിലാണ്. ഇന്നാണ് ടെലവീവിലേക്ക് പോകുന്നത്. ജെറുസലേം ഇസ്രായേലിന്റെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചത് അംഗീകരിച്ചിട്ടില്ല ഐക്യരാഷ്ട്രസഭ പോലും. ജെറുസലേം ഫലസ്തീന്റെ തലസ്ഥാന നഗരമാക്കാൻ അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ജെറുസലേം തെരുവിലൂടെ നടക്കുമ്പോൾ ഇവിടുത്തെ ജീവിതം സാധാരണമാണ്. ഇവിടെ യുദ്ധം നടക്കുകയാണെന്ന് ഓർക്കണം. കഴിഞ്ഞ 2 വർഷമായി യുദ്ധം നടക്കുകയാണ്. ഇന്നലെയും ഗാസയിലേക്ക് ഇസ്രായേലിന്റെ ബോംബാക്രമണം നടന്നു, അനേകം പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേലിലേക്ക് ഹൂത്തികളുടെ ഡ്രോൺ ആക്രമണം നടന്നു. കഴിഞ്ഞ കുറെ കാലത്തിന് ശേഷം ആദ്യമായാണ്
അയൺ ഡോമിനെ മറികടന്നുകൊണ്ട് രമോൺ എയർപോർട്ടിലേക്ക് ഒരു ഡ്രോൺ വന്ന് വീഴുന്നതും ജനാലകൾ തകരുന്നതും ഒരാൾക്ക് പരിക്കേൽക്കുന്നതും ഇത്തരമൊരു സാഹചര്യം ഉള്ളപ്പോൾ ഞാൻ ഇന്നലെ മലയാളികളുടെ ഓണാഘോഷത്തിൽ പങ്കെടുത്തതിന് ശേഷം ഹോട്ടലിലേക്ക് ടാക്സി പിടിച്ചു. അയാൾ അറബിയാണെന്ന് പറഞ്ഞു. ജെറുസലേം സിറ്റിയിൽ പോലും എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നു. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനിതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇവിടെ ആളുകൾ നടക്കുന്നു, മുണ്ടെടുത്തുകൊണ്ടാണ് മലയാളികൾ ഓണാഘോഷത്തിന് വന്നത്. ഈ ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാവത്തില്ല. അവിടെ ഇരുന്നു നമ്മൾ കരുതുന്നത് എല്ലാവരും വീട്ടിൽ കുത്തിയിരുന്ന് പേടിച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല. ഇവിടെ ജനജീവിതം അങ്ങനെ നടക്കുകയാണ്. നമ്മൾ പൊളിച്ചെഴുതേണ്ട ഒരു ചരിത്രബോധം ഇതാണ്. ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിശദമായ വീഡിയോകൾ പിന്നീട് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിലല്ല. ഇതൊരു അന്താരാഷ്ട്ര വിഷയമായി നിലനിർത്താൻ ചിലർ ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ടാണെന്നതാണ്. ഇതിന് ഇസ്രായേലും ഒരു പരിധിവരെ വഴങ്ങിക്കൊടുത്തിരുന്നു. ഇപ്പൊ ഞാൻ അലക്സ പള്ളി കണ്ടു. നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. അലക്സ പള്ളിയൊക്കെ ഇരിക്കുന്നത് ജെറുസലേം വാളിന്റെ ഉള്ളിലാണ്. വിശുദ്ധ സ്ഥലമാണ്. അവിടെയാണ് ദൈവം പ്രത്യക്ഷപ്പെട്ടത്, അവിടെയാണ് ദൈവ സാന്നിധ്യമുള്ളത് എന്നതാണ് ജൂതന്മാരുടെ വിശ്വാസം. ആ വാളിന്റെ തൊട്ടടുത്തുകൂടെ പോയി വാളിൽ ചെന്നു. അത് തൊട്ടപ്പുറത്താണ് അലക്സ പള്ളി ഇരിക്കുന്നത്. ഇത്തരത്തിൽ നിത്യജീവിതവുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. വലിയ സംഘർഷമൊന്നും കാണുന്നില്ല. അപ്പോൾ എവിടെയാണ് സംഘർഷം? ഈ ഫലസ്തീൻ വിഷയം ഇങ്ങനെ നിലനിർത്തി അതിന്റെ പേരിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന് മുതലെടുപ്പ് നടക്കാൻ വേണ്ടി നടത്തുന്ന നീക്കമാണ്. ഒരു പരിധിവരെ ഇസ്രായേൽ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതിയിരുന്നു. കാരണം അവരുടെ രാഷ്ട്ര നിർമ്മിതിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ സ്വസ്ഥത കെടുത്തുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നത്. ഈ ഒക്ടോബർ 7 1200-ലധികം ഇസ്രായേലികളെ കൊന്നു, അനേകം പേരെ തട്ടിക്കൊണ്ടുപോയി. അതിന്റെ വേദനയും നിരാശയും സകല ജൂതന്മാർക്കുമുണ്ട്. ശരിയാണ്, യുദ്ധവിരുദ്ധ പ്രകടനമൊക്കെ നടക്കുന്നുണ്ട്. ഇന്നലെ ഇവിടെ യുദ്ധവിരുദ്ധ പ്രകടനം ഉണ്ടായിരുന്നു. ആയിരങ്ങൾ പങ്കെടുത്തു. കാരണം അവരുടെ കുറ്റവർ ഏതാണ്ട് 40-50ഓളം പേർ ഇപ്പോഴും ഹമാസിന്റെ കസ്റ്റഡിയിലാണ്. അവരെ വിട്ടുകിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിനുവേണ്ടി കീഴടങ്ങാൻ ഇസ്രായേൽ ജനത ആഗ്രഹിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. ആ പോരാട്ടമാണ് അവർ മുമ്പോട്ട് പോകുന്നത്. ഇതുവരെ നടന്നതൊക്കെ ഒരാക്രമണം ഉണ്ടാകുമ്പോൾ പകരം തിരിച്ചടിച്ചിട്ട് ഒടുവിൽ ഒത്തുതീർപ്പാകും. ഇതായിരുന്നു ഇന്ന് കഴിഞ്ഞ 3/4 നൂറ്റാണ്ട് ഇവിടെ സംഭവിച്ചത്. ആരാണ് അപ്പോൾ ഇസ്രായേലിന്റെ ആവശ്യം? കഴിഞ്ഞ കുറെ കാലമായി ഇവരൊക്കെ പറയുന്ന അതേ കാര്യങ്ങൾ. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ഈഡൻ ബാർസിക് അദ്ദേഹമായിട്ടാണ് ഞങ്ങൾ ഇതിൽ കൂടിക്കാഴ്ച നടത്തിയത്. അദ്ദേഹം തറപ്പിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇസ്രായേലിന് മുമ്പിലുള്ള വഴികൾ, സമാധാനത്തിന്റെ വഴികൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടില്ല. ഒന്ന്, ബന്ദികളെ വിട്ടയക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി മുമ്പോട്ട് എന്ത് കാര്യങ്ങൾ നടത്തണമെങ്കിലും ബന്ദികളെ വിട്ടയക്കണം. വെടിനിർത്തലൊക്കെ ആലോചിക്കാം, പക്ഷെ ബന്ദികളെ വിട്ടയക്കണം. 10-20 പേരെ ജീവനുള്ളവരുള്ളൂ, ബാക്കി മൃതദേഹങ്ങൾ അത് തരണം. അതിന്റെ അത്ര വിട്ടുവീഴ്ചയില്ല. ആദ്യത്തേത്. രണ്ടാമത്തേത്, ഹമാസിനെ നിരായുധീകരിക്കണം. ഹമാസിന് ആയുധമുണ്ടാവാൻ പാടില്ല. ഇനി ഒരു കാരണവശാലും ഹമാസിന് ഞങ്ങൾ ആയുധം അനുവദിക്കില്ല. മൂന്നാമത്തേത്, ഹമാസിനോ ഫലസ്തീൻ അതോറിറ്റിക്കോ അധികാരമില്ലാത്ത തരത്തിൽ ഒരു സിവിൽ ഗവൺമെന്റ്, അതായത് ഗാസക്കാരുടെ ഒരു സിവിൽ സർക്കാർ വരണം. നാലാമത്തേത്, ഗാസയുടെ സുരക്ഷാ ചുമതല ഇസ്രായേലിനായിരിക്കണം. ഈ 4 ആവശ്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും അവർ ചെയ്യുകയില്ല എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. അത് തന്നെയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്ന പ്രപ്പോസൽ. ഇവിടെയാണ് തർക്കം. ഈ പിടിവാശിയിൽ ഇസ്രായേൽ മുമ്പോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഹമാസിന്റെ അടിവേര് മാന്തപ്പെടുകയാണ്. അതിനൊരു വിട്ടുവീഴ്ചയില്ല എന്ന് പറയുമ്പോൾ ഹമാസിന് നിലനിൽക്കാൻ കഴിയും. നേരത്തെ അങ്ങനെയല്ല. ഹമാസ് ഇടയ്ക്ക് വെടിപൊട്ടിക്കും, ഇടയ്ക്ക് ബഹളം ഉണ്ടാക്കും, എന്നിട്ട് ഇസ്രായേൽ തിരിച്ചടിക്കും. പാവപ്പെട്ട കുറെ ഫലസ്തീനികൾ, ഗാസക്കാർ കൊല്ലപ്പെടും. ഇപ്പോൾ അതിന് പേരിൽ ലോകത്തിന്റെ നാനാഭാഗത്ത് പണം വരും. ഫലസ്തീൻ അതോറിറ്റി പോലും പണം കൊടുക്കുന്നു. അതിനി ഞങ്ങൾ നിൽക്കില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അവിടെ ഗാസയിലെ പട്ടിണി കള്ളമാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഒരു ജനതയ്ക്ക് കൊടുക്കേണ്ട ആഹാര സാധനങ്ങൾ എത്രയാണോ അതിന്റെ ഇരട്ടിയാണ് കൊടുക്കുന്നത്. ഒരുപക്ഷെ അപ്പൊ ഇസ്രായേലിൽ പോയിരുന്നിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇസ്രായേലിന്റെ കുറെ നിബന്ധനകൾ പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ. ഹമാസിനെ നിരാധീകരിക്കണം. ഹമാസിന്റെ അവസാനത്തെ ഒരു കണ്ണി, അവസാനത്തെ ഒരു കുഞ്ഞുണ്ടെങ്കിലും ആ രാജ്യത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കാൻ, ആ രാജ്യത്തിന്റെ വിജയത്തിന് വേണ്ടി അവസാനം വരെ പോരാടും. അതിനകത്ത് ഒരുത്തന്റെ മുമ്പിൽ അടിയറ വെക്കുന്ന ഒരു ജനസമൂഹമല്ല ഹമാസ് എന്നുള്ളത് ഇനിയെങ്കിലും ഈ പൊട്ടന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ഈ വിഡ്ഢികളായിട്ടുള്ള ഇവരൊക്കെ മനസ്സിലാക്കുക. ഈ അത്യാധുനിക ആഡംബര മിസൈലും റോക്കറ്റുകളും മറ്റതും മറിച്ചതൊക്കെ ഈ ഹമാസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഭൂപടത്തിൽ പോലും കാണില്ലായിരുന്നു ഈ ഒരു സാധനം, അല്ലേ? എന്താണെങ്കിലും ഇവനെയൊക്കെ മാധ്യമപ്രവർത്തകൻ എന്ന് പറയാൻ നമുക്കിവിടെ ലജ്ജ തോന്നിപ്പോവുക. കാരണം ഇത്രയധികം ക്രൂരകൃത്യങ്ങൾ ചെയ്ത് ഏതാണ്ട് 65,000-ഓളം വരുന്ന പലസ്തീനികൾ ഇന്നും ഇസ്രയേലിന്റെ പല ജയിലുകളിലും തടങ്കലിൽ കഴിയുന്നുണ്ട്. കുഞ്ഞുങ്ങളടക്കം, സ്ത്രീകളടക്കം. ഈ ചെറിയ 9-10 വയസ്സുള്ള കുട്ടികളെയൊക്കെ ഇങ്ങോട്ട് ട്രക്കുമായിട്ട് വരിക, എന്നിട്ട് നേരെ കയറ്റുക, അങ്ങ് കൊണ്ടുപോവുക. പിന്നെ ഒരു അറിവില്ല ഈ കുഞ്ഞുങ്ങൾ എവിടെയാണ്, കൊന്നോ ഒരു അറിവില്ല. ഒരു അന്താരാഷ്ട്ര കൊണാണ്ട്രന്മാരും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് വല്ല ചർച്ച ചെയ്യുന്നില്ല. ഇതിനൊക്കെ ചോദിക്കാനും പറയാനും ആകെ ഉള്ളൊരു ഹമാസ് മാത്രമേ ഉള്ളൂ. ആ രാജ്യത്തെ ജനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന പോരാളികളാണ് ഹമാസ്. ആ ഹമാസിനെ ഇല്ലാതാക്കണമെന്ന് നീയൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നീയൊക്കെ മൂഢന്മാരുടെ സ്വർഗത്തിലാണെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇത്രയും കാലം നീയൊക്കെ എടുത്തിട്ട് അടിച്ചല്ലോ, എന്നിട്ട് എന്തായി? ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. എന്താണേലും ഇതിവന്റെ നാശത്തിനാണ്. ഇതുപോലുള്ള മാധ്യമ പ്രവർത്തകരെന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്ന ോമാരാണ് ഇതുപോലുള്ള വാർത്തകളൊക്കെ ആയിട്ട് നമ്മുടെ മുന്നിൽ വരുന്നത്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതൊക്കെ തിരിച്ചറിയുക, അവിടുത്തെ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ.